Sir, how are you? Hello, കേൾക്കാമോ? Teacher, welcome. How are you? Fine. എവിടെയായിരുന്നു? പനി പിടിച്ചു ടീച്ചർ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതിരുന്നത്. ഹോസ്പിറ്റലിൽ പോയാ? ഇല്ല, വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ മാർച്ച് ഹാഫ് വരെ ഉണ്ടാവും. സുഖായിരിക്കണോ? ടീച്ചർ, കോൾഡും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. നല്ല സുഖം എന്ന് പറയാൻ പറ്റില്ല. റെക്കോർഡഡ് കാണാറുണ്ടോ ക്ലാസ്? ടീച്ചർ കണ്ടു. ഇന്നലത്തത് കാണാം. ടീച്ചറായിരുന്നു അല്ലേ മൺഡേ? അത് കാണാൻ പറ്റിയിട്ടില്ല. അത് മൺഡേ റിലേറ്റീവ് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചെത്തിയത് 6 o'clock അതുകൊണ്ടാ ക്ലാസ് മിസ്. നമ്മുടെ പ്രോഗ്രാം കണ്ടോ നിങ്ങള്? അത് കുറച്ച് ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. അപ്പോ സമയത്തിന്റെ ഇതുകൊണ്ട് ക്ലാസ്സും കേൾക്കാൻ പറ്റിയിട്ടില്ല. റെക്കോർഡ് ക്ലാസ് ഇനി കേൾക്കാനുണ്ട്. ടീച്ചറുടെ ഡാൻസ് ഒക്കെ ഉണ്ടോ? നോക്ക് കണ്ടു നോക്ക്. ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ നിങ്ങൾക്ക്? അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലോ വീഡിയോസ് ഉണ്ടാകുന്നതിനാണ്? ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ഒരു ഗ്രൂപ്പില്, നമ്മുടെ ഗ്രൂപ്പില്. പ്രേയർ ആരാ? പ്രേയർ പ്രേയർ ആരാണ് പറഞ്ഞത്? ഞാൻ പറയാം മിസ്. Dear God, thank you for this day, for the friends we meet. Bless our teachers, our families too. Guide us with love in all that we do. Help us to be kind and always to right. Shine your light up on us day and night. Thank you. ഞാൻ പറയാം ടീച്ചർ. Good afternoon, everyone. I am Geeta Anop. I warmly welcome Adira teacher, technical section, Richo sir, Rakhi ma'am, and all my dear friends. Welcome to today's thought. Every day is a fresh start. Embrace it with positivity, kindness, and a heart full of dreams. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. സ്വാന്തനത്തോടെ, ദയയോടെ, സ്വപ്നങ്ങളാൽ നിറഞ്ഞ ഹൃദയത്തോടെ അതിനെ വരവേൽക്കുക. താങ്ക് യു. Okay, very good. Very good afternoon to all. Good afternoon, Miss. Yes. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? Yes, Miss. ഓക്കെ, നമ്മള് എവിടെ വരെ എടുക്കുന്നത് ചാപ്റ്റർ? Three stages up to symbolic stage. Symbol stage. Cognitive development അല്ലേ? Yes.
Okay. What are the 3 stages of cognitive development? ഏതൊക്കെയാണ്? An active stage, Iconic stage. stage, symbolic stage. Okay. Inactive സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? Children understand the world through actions, not words or images. They learn by touching, biting, and holding things. Yes, okay. The iconic stage. In the iconic stage, children understand things through pictures and images in their minds. അടുത്ത ആൾ പറഞ്ഞ symbolic stage എന്താണ്? Use of words add other symbolic to describes experience highest position. Okay. Yes. നമ്മള് ഇതാരുടെ തിയറി ആയിരുന്നു എന്നാണ് പറഞ്ഞത്? Jaron S. ഓണർ ജെറോം എസ് ബ്രൂണറുടെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മളെ 3 സ്റ്റേജുകൾ പഠിച്ചു. ആക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആണ്, സിംബോളിക് സ്റ്റേജ്. മറന്നു പോയതല്ലോ, അതെല്ലാം ഒരേ ഓർഡറിലാണ്. ആദ്യം ഐക്കോണിക് സ്റ്റേജ് അല്ല, സിംബോളിക് സ്റ്റേജ് അല്ല. ആദ്യം വരുന്നത് അതേ ഓർഡറിൽ തന്നെ പഠിക്കാൻ. ആക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. മാറിപ്പോവരുത്. നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നിങ്ങള് ആ 5th വരെയുള്ള പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ ഇരുന്ന് ഓക്കെ, വായിച്ചോ.
intellectual development. കേൾക്കുന്നില്ലേ? Yes, teacher. Okay. During later childhood, children enter into Piaget's concrete operation stage of creative development. They begin to think logically, but are unable to think in abstract terms. Children develop power of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of situation and can universally experience what happens around them. അപ്പൊ കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് ആരുടെ തിയറി കൂടിയാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്? പിയാഷയുടെ തിയറി അല്ലെ? പിയാഷെ എന്ന സൈക്കോളജിസ്റ്റിന്റെ. പിയാഷെ സൈക്കോളജിസ്റ്റ് അല്ല, ശരിക്കും അദ്ദേഹം ഒരു എന്താണ്, ബയോളജിസ്റ്റ് ആണ്. പക്ഷെ തിയറീസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് സൈക്കോളജിയിലാണ്. ഒരുപാട് തിയറികൾ അദ്ദേഹം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് സൈക്കോളജിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ തിയറിയാണ് എന്താ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് പിയാഷെ. കുട്ടികളിലെ ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 4 സ്റ്റേജസ് ആണ് അദ്ദേഹം ശരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പക്ഷെ നിങ്ങൾ ആ 4 സ്റ്റേജ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സ്റ്റേജ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജ് ആണ്? ഓപ്പറേഷൻ സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. ഓപ്പറേഷൻ സ്റ്റേജ് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ നിങ്ങൾ ആ തിയറി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹം പറയുന്നത് they begin to think logically but are unable to think in abstract terms. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾ എന്ത് ചിന്തിക്കാൻ തുടങ്ങുന്നത്? ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടേംസുകളൊക്കെ കണ്ടുപിടിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഏതൊരു ടൈമിലാണ്? ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് ബുദ്ധിവികാസത്തിന്റെ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന ഘട്ടത്തിലാണ് കുട്ടികള് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനും അബ്സ്ട്രാക്ട് ടേംസ് ഒക്കെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നത്. Then children develops powers of observation. പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു? പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷിക്കാനുള്ള ആ ഒരു പവേഴ്സ്. Then attention, എന്താണ്? കൃത്യമായിട്ടൊരു അറ്റൻഷൻ അല്ലെ? വളരെയധികം ശ്രദ്ധ കിട്ടാനുള്ള ഒരു ശ്രദ്ധ, അറ്റൻഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ഈ ഒരു ഓപ്പറേഷൻ സ്റ്റേജിലാണ്. സോറി, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് കേട്ടോ. ശ്രദ്ധിക്കാം, അണ്ടർലൈൻ ചെയ്യണേ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികള് ലോജിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുന്നതും unable to think in abstract terms. Then children develop power of observation, attention, reasoning. Reasoning എന്താണ്? Reasoning കാരണങ്ങളാണ്. Reasoning, then abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. എന്താണ്? അവർ ഒരു കാര്യത്തിൽ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? മോർ ദാൻ വൺ ആസ്പെക്ട്സ് അല്ലെ? ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികള് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഫോക്കസ് ചെയ്യും. ഒരു കാര്യത്തിനോട് മാത്രമല്ല അവർ സമീപിക്കുന്നത്. മോർ ദാൻ വൺ ആസ്പെക്ട്സ് ഓഫ് എ സിറ്റുവേഷൻ can universally experience what happens around them. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് അവര് വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവര് അത് നോക്കി കാണുന്നത്. ഓക്കെ. ഇവിടെ കോൺക്രീറ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജിലെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് തിയറി എന്താണെന്നൊന്ന് പഠിക്കണം. യെസ്, നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ എടുത്ത ബുക്ക് ഒന്ന് മാറി ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കട്ടെ ഒന്നുകൂടിയത്.
നോട്ട് ചെയ്യണേ, പറഞ്ഞ നോട്ട് ചെയ്യാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. നോട്ട് ചെയ്യുന്നുണ്ടോ പറയുന്നത്? Yes, teacher. Yes. According to Piaget, according to Piaget, PIAGET, Piaget എന്ന ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. According to Piaget, cognitive development arise as a result of interaction between the individual and the world and passes through through a series of sequential stages. ഒന്നുകൂടി വായിക്കാം. According to Piaget, cognitive development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. Note ചെയ്തോ? Yes, miss. Yes, miss. അപ്പൊ എന്താ അതിൽ പറയുന്നത്? അദ്ദേഹം കുട്ടികളെ തന്റെ ചുറ്റുപാടിലുമായിട്ട് ഇടപെടുമ്പോഴാണ് അവർക്ക് എന്തുണ്ടാവുന്നത്? വൈജ്ഞാനികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ അല്ലെ? വൈജ്ഞാനികമായിട്ടുള്ള വികസനം കുട്ടിയിൽ സംഭവിക്കുന്ന എപ്പോഴാണ്? കുട്ടി തന്റെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്ന സമയത്താണ് കുട്ടിയില് അധികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട 4 സ്റ്റേജസില് ഒരു സ്റ്റേജസ് മാത്രമാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അത് ഇവിടെയാണ് വരുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തിയറിയുടെ 3ാം ഘട്ടത്തിലാണ്. അതിനു മുന്നിൽ 2 ഘട്ടങ്ങളുണ്ട്, അതിനുശേഷം ഒരു ഘട്ടമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞത് നിങ്ങളുടെ സിലബസിൽ ഇല്ല, പാഠഭാഗത്ത് വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു ടീച്ചർ ആവുന്ന നിലയിൽ നിങ്ങൾ ആ തിയറി എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാനത് ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിപ്പിച്ചു തരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ തിയറി പഠിക്കുന്നതിന്? നോ. ഓക്കെ. അപ്പൊ ഒരു സ്റ്റേജ് മാത്രം അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ബാക്കിയുള്ള സ്റ്റേജസ് അറിഞ്ഞിരിക്കണം. അപ്പൊ മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന ഹെഡിങ് കൊടുക്കുക. മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഹെഡിങ് കൊടുക്കുക കേട്ടോ. സെൻസറി മോട്ടോർ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്.
സെൻസറി മോട്ടോർ സ്റ്റേജ്. മലയാളത്തിൽ നമ്മൾ അതിനെ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നു. ഇന്ദ്രിയ ചാലക ഘട്ടം എഴുതണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലാത്തവർ എഴുതണ്ട. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 0 to 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. 0 to 2 years. നോട്ട് ചെയ്യുക, 0 to 2 years വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം ഈ 4 സ്റ്റേജുകൾ ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, PRE ഒരു ഹൈഫൻ ഇടാം, ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? ഏത് വയസ്സ് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്? 2 to 4 or 3 to 4. 7 years. 2 to 7 years ആണ് കേട്ടോ. 2 to 7 years ആണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ. തേർഡ് സ്റ്റേജ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? അപ്പോ 7 to 11 years വരെ, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years ആണ്. ഫോർത്ത് സ്റ്റേജ്, നാലാമത്തെ ഘട്ടമാണ് ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ തിയറി പഠിച്ചു കഴിയുമ്പോ ഇത് ഉപകാരപ്രദമായോ അല്ലയോ എന്ന് പറയണം കേട്ടോ. ഓക്കെ. ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years ആൻഡ് എബവ് കേട്ടോ. 11 years മുതൽ അങ്ങോട്ടാണ് എന്ത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരുന്നത്. അപ്പൊ മേജർ സ്റ്റേജസ് ഏതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ? സെൻസർ മോട്ടോർ സ്റ്റേജ് 0 to 2 years. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years. Then concrete operational stage 7 to 11 years. Then formal operational stage 11 years and above. അങ്ങനെയാണ് 4 ഘട്ടങ്ങൾ വരുന്നത്. ഈ 4 ഘട്ടത്തിൽ എന്താണ് കുട്ടികളിൽ പലതരത്തിലുള്ള വൈജ്ഞാനിക വികാസങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഘട്ടം നോക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജിലെ അല്ലെ 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് എന്തൊക്കെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്? ഇതൊക്കെയായിരിക്കാം. ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് ആരെങ്കിലും എഴുതാം, ഇൻ ദ ഫസ്റ്റ് 2 years ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് അല്ലെ. ഇൻ ദ ഫസ്റ്റ് 2 years ഇൻഫാന്റ് മെന്റൽ ആക്ടിവിറ്റീസ്. ഇൻ ദ ഫസ്റ്റ് 2 years ഇൻഫാൻസ് ആരാണ്? ശിശുക്കൾ അല്ലെ. ഇൻഫാൻസ് മെന്റൽ ആക്ടിവിറ്റീസ്. Then coordination of reflexes. നമ്മൾ പറഞ്ഞല്ലേ കുട്ടികൾ ആദ്യം പഠിച്ചപ്പോ എന്താണ് പറഞ്ഞത്? റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ, സ്റ്റിമുലസ് ഉണ്ടാവുന്നു എന്ന് പറയല്ലേ കുട്ടിയുടെ ബോഡിയില്. റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ആ ഒരു സ്റ്റേജ് ഒക്കെ ഏത് ഘട്ടത്തിലാണ് കോർഡിനേഷൻ വരുന്നത്? റിഫ്ലെക്സ് പ്രവർത്തനത്തിലുള്ള കോർഡിനേഷൻ വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സസ് during the first 4 months. Coordination of reflexes during the first 4 months. ആദ്യത്തെ 4 മാസഘട്ടങ്ങളിലാണ് എന്ത്? കോർഡിനേഷൻ കുട്ടിയിൽ സംഭവിക്കുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ്. ആ സ്റ്റേജിൽ നടക്കുന്ന ഒന്നാണ് എന്ത്? ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്ട്സുകളെ കുട്ടി കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് അല്ലെ. ഒരു ഉദാഹരണത്തിന് ഒരു ബോള്, ഒരു ബോളിന്റെ മേളിൽ ഒരു തുണി ഇട്ട് വിരിച്ചിരിക്കുന്നു, തുണി വെച്ച് മൂടിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ കുട്ടിക്ക് ഒരു 2 വയസ്സാകുന്ന സമയത്ത് എന്താണ് ഏകദേശം കുഞ്ഞെന്താണ് ബോളൊക്കെ എന്തായാലും കൈകാര്യം ചെയ്ത് കുഞ്ഞിന് മനസ്സിലാകുന്ന ടൈമാണ് അല്ലെ. അപ്പൊ അത് മൂടിയിട്ടിരിക്കുന്നത് അത് ബോളാണ്, അതിന്റെ ഉള്ളിൽ ബോളാണെന്നുള്ളത് കുഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുന്നു? അത് കുഞ്ഞ് ആ ഷേപ്പ് അല്ലെ, കുഞ്ഞ് ആ ഷേപ്പ് കണ്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു
അത് ഇതിനു മുന്നേ കുഞ്ഞ് കണ്ടത് കൊണ്ട് തന്നെ ഒബ്സർവേഷനിൽ കുട്ടികളുണ്ട് അല്ലെ, ആ മെന്റൽ പിക്ചർ ബോളിന്റെ മെന്റൽ പിക്ചർ കുട്ടിയിലുണ്ട്. അപ്പൊ കുട്ടിക്ക് അത് മനസ്സിലാകുന്നു അതിന്റെ ഉള്ളിലുള്ളത് ബോളാണെന്ന് തിരിച്ചറിയാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വസ്തുക്കളെ കൃത്യമായിട്ട് എവിടെ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് എന്ത്, സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ. കുഞ്ഞുങ്ങളുടെ സെൻസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ വരുന്നു, സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഫസ്റ്റ് 2 ഇയേഴ്സിൽ മെന്റൽ ആക്ടിവിറ്റീസ് ആണ് ഇൻഫാൻസിന്റെ. പിന്നെ കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സ് ഡ്യൂറിംഗ് ദ 4 months. പിന്നെ ഒബ്ജക്ട് പെർമനൻസ്. ഇത്തരം കാര്യങ്ങളാണ് ഏത് ഘട്ടത്തിൽ സംഭവിക്കുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജിൽ 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടികളില് ഇന്റലക്ച്വൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഡെവലപ്മെന്റ്സ് നടക്കുന്നത്. ഓക്കെ, ആ സ്റ്റേജ് ഓക്കെ ആണോ? നോട്ട് തന്നില്ലേ? In the first 2-year infant mental activity, coordinations of reflexes, പിന്നെന്താ പറഞ്ഞ? അതെ, നിങ്ങൾ ഒരുമിച്ച് എഴുതി പോലെ പറയാൻ പറ്റും. അതൊക്കെ ഓരോ പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഒരു പോയിന്റ്സ് ആയിട്ട് എഴുതും, ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഫസ്റ്റ് 2 years infants mental activities ഒരു പോയിന്റ്. സെക്കൻഡ് പോയിന്റിൽ എഴുതാം കോർഡിനേഷൻ ഓഫ് റിഫ്ലെക്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 4 months. തേർഡ് പോയിന്റ് ആയിട്ട് എഴുതാം എന്താ, ഒബ്ജക്ട് പെർമനൻസ്. ഓക്കെ, അങ്ങനെ താഴേക്ക് എഴുതി പോവാട്ടോ. എല്ലാരും അങ്ങനെ തന്നെ എഴുതണേ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ല. കോർഡിനേഷൻസ് ഓഫ് റിഫ്ലെക്സസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 4 months. നമ്മൾ റിഫ്ലെക്സ് പ്രവർത്തനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ പറഞ്ഞത് നോക്കിയേ, കുഞ്ഞ് സ്റ്റിമുലസ് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞല്ലേ, റിഫ്ലക്ഷൻ ആക്ഷൻസ്, ബോഡി ആക്ഷൻസ്. തീയിൽ കൈ തൊടുന്ന സമയത്ത് കൈ പൊള്ളുന്നു അല്ലെ, കൈ പൊള്ളുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു അല്ലെ. പൊള്ളിയതിനു ശേഷമാണ് കുഞ്ഞ് കൈ പിൻവലിച്ചത്. അവിടെ എന്ത് സംഭവിച്ചു, കുട്ടിക്ക് മനസ്സിലായി അല്ലെ, കുട്ടിയിൽ അവിടെ റിഫ്ലക്സ് പ്രവർത്തനം ബോഡിയിൽ ഉണ്ടായി. പൊള്ളലേറ്റതിനു ശേഷമാണ് കുഞ്ഞ് എന്ത് ചെയ്തത്, കൈ പിന്നിലേക്ക് പിൻവലിച്ചു. അങ്ങനെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ ചേഞ്ചസ് കുട്ടികളിൽ, അല്ലെങ്കിൽ കൈകൾ കൊണ്ടുള്ള ആക്ഷൻസ്, ബോഡിയിൽ ഉണ്ടാവുന്ന ജെസ്റ്റേഴ്സ്, പോസസ് ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്, റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. കുഞ്ഞ് തൊടുന്ന സമയത്ത് കുഞ്ഞ് തിരിച്ചറിയുന്നത്, അതൊക്കെ എന്താണ്, റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബോഡി മൂവ്മെന്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അത്ര മനസ്സിലാക്കാം. പിന്നെ അടുത്ത സ്റ്റേജ് പറയട്ടെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്? 2 to 7 years. പോയിന്റ്സ് നോട്ട് ചെയ്യുക. ആ സമയത്താണ് എന്തൊക്കെ ചെറിയ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. മെന്റൽ ഇമാജസ് and symbolic activities. Mental images and symbolic activities. Mental images and symbolic activities. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലേ കുട്ടികളെ, മെന്റൽ ഇമാജസ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്, ആന എന്ന് പറയുന്ന സമയത്ത് ആനയുടെ പിക്ചർ കുഞ്ഞിന്റെ മനസ്സിൽ രൂപപ്പെടുന്നു. അതാണ് മെന്റൽ ഇമാജസ്. അത് ഏതൊരു സമയത്താണ്, 2 to 7 years ആ കാലഘട്ടത്തിലാണ് അതൊക്കെ ആ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാവുന്നത്. സിഗ്നൽസുകൾ, കൃത്യമായിട്ട് സിഗ്നൽസുകൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്, 2 to 7 years. പിന്നെ വരുന്നതാണ് എന്താ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഭാഷാ വികസനം നടക്കുന്നത്. വെക്കാബുലറി ഒക്കെ വികസിക്കുന്നത് എപ്പോഴാണ്, വെക്കാബുലറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ ഒരു സ്റ്റേജിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എഴുതിക്കാം. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്റ്റേജിൽ കുട്ടികളിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണെന്ത്, അനിമിസം. സ്പെല്ലിംഗ് നോട്ട് ചെയ്യാം, ANIMISM, അനിമിസം, ANIMISM, അനിമിസം. എന്താണ് അനിമിസം എന്ന് പറഞ്ഞാല്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? അനിമിസം എന്ന് മാത്രം, പേര് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ, കാര്യം മനസ്സിലാക്കുക എന്താന്നുള്ളത്. അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ, ജീവനില്ലാത്തവയെ ജീവനുള്ള വസ്തുവായിട്ട് കുട്ടികളെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ പാവയായിട്ട് കുഞ്ഞ് കളിക്കില്ലേ,
പാവയ്ക്ക് ജീവനില്ല, പക്ഷെ അതിന് ജീവനുള്ള വസ്തുവായിട്ട് അതിനോട് സംസാരിക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ പല സാധനങ്ങൾ. ഇപ്പൊ പാവ തന്നെ വേണമെന്നില്ല, ഒരു വടി കണ്ടാലും വടിയോട് സംസാരിക്കും, പൂക്കളോട് സംസാരിക്കും. കുഞ്ഞിനറിയില്ലാതെ ജീവനുള്ള വസ്തുക്കളാണെന്ന് അല്ലെ. ജീവനില്ലാത്ത വസ്തുക്കള് ജീവനുള്ള വസ്തുക്കളായിട്ട് കുട്ടികള് കൺസ്ട്രക്ട് ചെയ്ത് പെരുമാറുന്ന ആ ഒരു പ്രതിഭാസമാണെന്ത് അനിമിസം എന്ന് പറയുന്നത്. അവയുടെ മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ, അനിമിസം. ഓക്കെ, ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുവായിട്ട് കുട്ടി കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ? Yes, teacher. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മെന്റൽ ഇമാജസ്, സിംബോളിക് ആക്ടിവിറ്റി, Language development. അനിമിസം. ഓക്കെ, 4 കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്. അടുത്ത സ്റ്റേജ് ഏതാണ് നമുക്ക്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 years. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? ലോജിക്കൽ തിങ്കിങ്. ഫസ്റ്റ് വരുന്നത് കുട്ടികള് ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ട് കുട്ടികളെ ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നു. ലോജിക്കൽ തിങ്കിങ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലോജിക്കൽ തിങ്കിങ്. 7 to 11 yearsന്റെ ഉള്ളിലാണ് കുട്ടികൾ ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, then inductive and deductive reasoning. Inductive and deductive reasoning. Inductive and deductive reasoning. Inductive and deductive reasoning. എന്താണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാല്? അതായത് ഒരു കാര്യത്തെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനും യുക്തിപരമായിട്ട് ചിന്തിക്കുവാനും ഒരു കാര്യത്തിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കുട്ടികള് ആരംഭിക്കുന്ന ഒരു പ്രായമാണിത് 7 to 11 years. അതായത് കോൺക്രീറ്റ് ആയിട്ട് അല്ലെ ആ കാര്യങ്ങൾ കുട്ടികളിൽ എന്താണ് കൃത്യമായിട്ട് എന്ത് കാര്യം കണ്ടാലും അതിന് കൃത്യമായ ഒരു അർത്ഥം മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തില്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് കൺസർവേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് understanding the purpose of conservation. എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പർപ്പസ് ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? എന്നൊക്കെയാണെന്ന് നോക്കാം. അതായത് കൺസർവേഷൻ മീൻസ് സ്ഥിരത. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ കുട്ടികൾ സ്റ്റെബിലിറ്റി സ്ഥിരത കൈവരിക്കുന്നു? നോട്ട് ചെയ്യാം. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സ് ഒക്കെ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് അല്ലെ സ്ഥിരതയോടുകൂടി അത് പറയാനായിട്ട് ആരംഭിക്കുന്നു. കൺസർവേഷൻ ഓഫ് നമ്പർ. അടുത്തത് കൺസർവേഷൻ ഓഫ് വോളിയം. കൺസർവേഷൻ ഓഫ് വോളിയം. കൺസർവേഷൻ ഓഫ് വോളിയം. കൺസർവേഷൻ ഓഫ് മാസ്. Conservation of mass. Conservation of numbers. Conservation of volume. Conservation of mass. കുട്ടികളില് എന്തെല്ലാം കാര്യങ്ങൾ സ്ഥിരത വരുന്നു? നമ്പേഴ്സുകൾ കൃത്യമായിട്ട് അറിയുന്നതിന്, വോളിയം അല്ലെ വ്യാപ്ത സ്ഥിരത, വ്യാപ്തം കണ്ടുപിടിക്കുന്നതിന്, മാസ് ഒരു വസ്തുവിന്റെ പിണ്ഡം കണ്ടുപിടിക്കുന്നില്ലേ? ഏകദേശം 7 മുതൽ 11 വയസ്സിനുള്ളിൽ എന്താണ്
ഇത്തരം കാര്യങ്ങള് നോർമൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് കുട്ടികള് ഏകദേശം പഠിക്കുന്ന ഒരു സമയമാണ് ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് എന്ത്? സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ, SERIATION, SERIATION, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. സീരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീരിയേഷൻ ശ്രേണീകരണം അല്ലെ, ശ്രേണികളൊക്കെ സീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ക്ലാസിഫിക്കേഷൻ എന്താണ്? തരം തിരിക്കാനുള്ള ഒരു കഴിവ് അല്ലെ, ക്ലാസിഫൈ ചെയ്ത് ഓരോ കാര്യങ്ങളും ക്ലാസിഫൈ ചെയ്ത് കണ്ടെത്താനുള്ള ഒരു കഴിവ് രൂപപ്പെടുന്നത് എപ്പോഴാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. യെസ്, ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ്. ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള ഒരു കഴിവ്. അടുത്തത് ഈ ഒരു സ്റ്റേജിൽ വരുന്ന ഒരു പ്രോസസ് ആണെന്ത്? റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ, REVESIBLE, റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ ഓഫ് തോട്ട്. THOUGHT, തോട്ട്. അതിനെന്താ നമ്മൾ മലയാളത്തിൽ പറയുന്നത്? പ്രത്യാവർത്തന ചിന്ത എന്ന് പറയും. പ്രത്യാവർത്തന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? റിവൈസബിൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു തിങ്ക്. എബിലിറ്റി ടു തിങ്ക് പറഞ്ഞു തരാട്ടോ എന്താണെന്ന്. എബിലിറ്റി ടു തിങ്ക് നോട്ട് ചെയ്യാം. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. Ability to think backward and forward. Ability to think backward and forward in the time past, present, future. Past, present, future. Past, present, future. എന്താണ് അപ്പൊ റിവൈസബിൾ തോട്ട് എന്ന് പറഞ്ഞാല്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ടൈം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. കാലഘട്ടത്തെ മുന്നിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനായിട്ട് കുട്ടികൾക്ക് കഴിയുന്നു അല്ലെ. കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ചിന്തിക്കാനും മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കപ്പാസിറ്റി, ഫ്യൂച്ചറിൽ എന്തൊക്കെ വരും, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ ചിന്തിക്കണം എന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ മുന്നിലും പിന്നിലും ഉണ്ടെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് കുട്ടികളുടെ എന്ന് പറയുന്നത് റിവൈസബിൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. പ്രത്യാവർത്തന ചിന്ത. ഓക്കെ, കാലഘട്ടങ്ങളെ മുന്നിലോട്ടും പിന്നിലോട്ടും കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. വൈജ്ഞാനിക വികാസത്തിന്റെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന 3ാം ഘട്ടത്തിലാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു റിവൈസബിൾ തോട്ട് എന്ന ചിന്താഗതി രൂപപ്പെടുന്നത്. ക്ലിയർ ആണോ? യെസ്, എല്ലാവർക്കും ഒരേപോലെ. അതായത് കുട്ടികളെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കുട്ടികള് റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്ക് ചെയ്യാനായിട്ട്, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ, ലോജിക്കലായിട്ട് ചിന്തിക്കാനൊക്കെ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണെന്ന് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, then last stage ആണ് എന്ത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years and above, 11 വയസ്സിന് മുകളിൽ അങ്ങോട്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള വികാസങ്ങളാണ് കുട്ടിയിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, അങ്ങനെ തന്നെ നോട്ട് ചെയ്യുക. അബ്സ്ട്രാക്ട് തിങ്കിങ് 11 years ആവുമ്പോൾ കുട്ടി അബ്സ്ട്രാക്ട് തിങ്കിങ് ആരംഭിക്കുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കാൻ ആരംഭിക്കുന്നു. സിസ്റ്റമാറ്റിക് തോട്ടുകൾ രൂപപ്പെടുന്നു. ഇതൊക്കെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. നോട്ട് ചെയ്യാം. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ ഫസ്റ്റ് വരുന്നതാണിത് അബ്സ്ട്രാക്ട് തിങ്കിങ്.
abstract thinking. Second, problem solving. പ്രോബ്ലം സോൾവിങ്, ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അല്ലെ ആ സിറ്റുവേഷൻ മറികടക്കാനുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളില് രൂപപ്പെടുന്ന സ്റ്റേജ് ആണ് എന്ത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രോബ്ലം സോൾവിങ് സ്റ്റേജ്. പ്രോബ്ലം സോൾവിങ് സ്റ്റേജ് എന്ന് ചോദിച്ചാൽ അപ്പൊ ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം അല്ലെ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെ അല്ലെ പ്രോബ്ലം സോൾവിങ് ഏത് സ്റ്റേജസിലാണ് ഉൾപ്പെടുന്നത് പിയാഷെയുടെ തിയറിയിലെ? അപ്പൊ ഏത് സ്റ്റേജിലാണ് നമ്മൾ നോട്ട് ചെയ്യും? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് പ്രോബ്ലം സോൾവിങ് ഉണ്ടാവുന്നത്. ഒരു പ്രോബ്ലത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് കുട്ടികൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് എന്ത്? 11 വയസ്സിന് മുകളിൽ അങ്ങോട്ടേക്ക്. ഓക്കെ, പിന്നെ എന്തൊക്കെ രൂപപ്പെടുന്നു ഈ ഒരു 11 വയസ്സാവുന്ന സമയത്ത്? സോഷ്യൽ മൊറാലിറ്റി, സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ, മോറൽ, സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. സോഷ്യൽ, മോറൽ, സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. പിന്നീട് രൂപപ്പെടുന്ന വികാസങ്ങളാണ് എന്തൊക്കെ? സോഷ്യബിൾ ആവുന്നതും, മോറൽ ചിന്താഗതികൾ രൂപപ്പെടുന്നതും, സെൽഫ് കോൺസെപ്റ്റ് സ്വയം ചിന്തയൊക്കെ വികസിക്കുന്നതൊക്കെ എപ്പോഴാണ്? 11 ഇയേഴ്സിനു കൂടിയാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികളില് അത്തരത്തിലുള്ള ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നതും ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കുന്നതും. ദെൻ മോറൽ ആയിട്ടുള്ള സ്റ്റോറീസുകൾ പഠിക്കുന്നത്, മോറൽ അതായത് എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള മോറൽ വേസ്റ്റ് കൊണ്ട് മോറൽ വാല്യൂസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതിനനുസരിച്ചൊക്കെ പഠിക്കാനും അല്ലെ അതിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ആരംഭിക്കുന്നതും. സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്? സ്വയം ചിന്തയൊക്കെ രൂപപ്പെടുന്നത് എപ്പോഴാണ്? 11 ഇയേഴ്സ് അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. കുട്ടികൾ പല ആംഗിൾസിലൂടെ ഒരു പ്രശ്നത്തെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ എപ്പോഴാണ്? ഈ ഒരു സ്റ്റേജിലാണ് അല്ലെ. ഈ പ്രശ്നം ഉണ്ടായാൽ അതിനെ പല ആംഗിളിലൂടെ നോക്കി കാണാൻ, തന്റെ വീക്ഷണകോണിലൂടെ കാണാനൊക്കെ കുട്ടി ആരംഭിക്കുന്നത് ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ 4 സ്റ്റേജസ് കഴിഞ്ഞു. അതാണ് പിയാഷെയുടെ ഇന്റലക്ച്വൽ തിയറി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയിലെ 4 സ്റ്റേജസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എന്തൊക്കെ സ്റ്റേജസ് ആണ് പഠിച്ചത്? ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓരോരുത്തരും ഓരോ സ്റ്റേജ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ പോയിന്റ്സ് വായിച്ചോളൂ. In the first 2 years, infinite mental activity. Second point, coordinations of reflexes. During the first 3 point, in the miss? During first 4 months. 4 months. 3 point, object permanent. Okay. Yes. Then അടുത്ത പോയിന്റ് വായിച്ചേ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആരാണ് വായിക്കുന്നത്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഞാൻ വായിക്കാം ടീച്ചർ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 to 7 ഇയേഴ്സ് ആണ്. അതിൽ മെന്റൽ ഇമേജസ്, സിംബോളിക് ആക്ടിവിറ്റി, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പിന്നെ ആനിമിസം. യെസ്, വെരി ഗുഡ്. Then കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം. Lakshmi. Stage 3, concrete operational stage. First, logical thinking. Second point, inductive and deductive reasoning. Third point,
Understanding the purpose of conservation of numbers, conservation of volume, conservation of mass. Fourth point, seriation and classification. Fifth point, revisable of thought, which means fifth point, revisable of thought, which means ability to think backward and forward. Ability to think backward and forward in the time, past, present, and future. Yes, very good. Then formal operation stage. Farsana. ഞാൻ പറയാം മിസ്. Thank you. ആരാ വായിക്കുന്നത് ഫോർത്ത് സ്റ്റേജ്? ഞാൻ വായിക്കും. ഫർസാന വായിക്കും. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ്, സോഷ്യൽ, മോറൽ, സെൽഫ് കോൺസെപ്റ്റ് എക്സെട്ര. Okay, very good. Yes. അപ്പോ ആ തിയറി മനസ്സിലായോ നിങ്ങൾക്ക്? കോഗ്നിറ്റീവ് തിയറി. Yes, Miss. യെസ്, ക്ലിയർ ആണോ? സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? തിയറി ഉപകാരപ്പെട്ടിട്ടുണ്ടോ? No doubt, teacher, for me. യെസ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? Then ഇനി ഇത് പഠിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതുണ്ടോ? ഓക്കെ, the major developmental changes of cognitive ability during this period. ഇപ്പൊ കോഗ്നിറ്റീവ് പീരീഡിൽ, അതായത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ കുട്ടികളിൽ വരുന്നത്? 5 പോയിന്റ്സിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5 പോയിന്റ്സ് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് 5 പോയിന്റ്സ് ഓരോരുത്തർ വായിക്കുക. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കൊണ്ടുവരാം. അത് ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ ക്ലാസ് ഉള്ളത്? ഓക്കെ, പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ക്ലാസ്സിൽ അതൊന്ന് അവതരിപ്പിച്ചാൽ മതി. ഓരോ പോയിന്റ്സ് 5 പേരായിട്ട് അവതരിപ്പിച്ചാൽ മതി ഓരോ പോയിന്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ? Okay, Miss. ഓക്കെ, യെസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട്. Okay, teacher. Thank you. Have a nice day. തന്നിരിക്കുന്ന ഇന്റലക്ച്വൽ തിയറി പഠിക്കണം, നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓരോ സ്റ്റേജസും മാറിപ്പോകരുത്. ഓരോ സ്റ്റേജും ഓരോ കാലഘട്ടം ഒരുമിച്ചാണ് അല്ലെ? അതായത് 0 to 2 years കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 to 7 years. ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ആ ഓർഡർ തെറ്റിപ്പോകരുത്. 2 to 7 years, 0 to 2 years, 2 to 7 years, then 7 to 11 years and 11 years above. അതങ്ങനെ കറക്റ്റ് ആയിട്ട് ആ തിയറി നന്നായിട്ട് പഠിച്ചു വെക്കാം. എക്സാമിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ മിസ്. അതിപ്പോ തന്നെ പഠിച്ചു ടീച്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നമ്മൾ അറിഞ്ഞിരിക്കണം ജസ്റ്റ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തിയറികൾ നമ്മളൊന്നിനും ടീച്ചേഴ്സ് ആകുമ്പോന്നല്ലേ തിയറികൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം പറ്റുന്ന തിയറീസ് ഒക്കെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പഠിപ്പിച്ച് തരാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതുപോലെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങള് മാസ്ലോവിന്റെ കാര്യം നിങ്ങൾക്ക് നീഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? നീഡ്സ് എടുത്തിട്ടില്ല? Needs ആണ്. Needs അല്ല. എടുത്തുകൊണ്ടിരിക്കുന്നു. അതില് വരുന്നുണ്ട് വലിയൊരു തിയറി ഉണ്ട്. മാസ്ലോവിന്റെ ഒരു തിയറി ഉണ്ട്, സൈക്കോളജിക്കൽ ഹയറാർക്കി ഓഫ് സൈക്കോളജിക്കൽ നീഡ്സ്. വലിയ തിയറിയാണ്. നമ്മളെല്ലാം ലൈഫ് റിലേറ്റഡ് തിയറീസ് ആണെന്നില്ല. നമ്മളുടെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നാണ്. ഒരാൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓരോ ആവശ്യം വരുമ്പോൾ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത ആവശ്യങ്ങൾ രൂപപ്പെടും. അങ്ങനെ ഒരു ശ്രേണി രൂപത്തിലാണ് അദ്ദേഹം ആ തിയറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നല്ല തിയറിയാണ്. അത് ആരാ എടുക്കുന്നത്? നീഡ്സ് ആരാ എടുത്തത്? നീഡ് അശ്വതി ടീച്ചർ.
ഓക്കെ, അപ്പോ താങ്ക് യു. Thank you, Miss. Thank you, Miss. സൈൻ ഔട്ട് ചെയ്യാറില്ലേ നിങ്ങളിപ്പോ കോഡ്സ് പറഞ്ഞിട്ട്? ഇല്ല ടീച്ചർ, ആരും പറയാറില്ല. ആരും പറയാറില്ല. ഇനി അടുത്ത ദിവസം കൂടി പറയണോ കേട്ടോ. ഫസ്റ്റ് ഒക്കെ ടീച്ചറുടെ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് പറയാറുണ്ടായിരുന്നു, അതായത് ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. ഇപ്പൊ അതും ഇല്ല. അടുത്ത ദിവസം കൂടി പറയണം കേട്ടോ. താങ്ക് യു. ആയിക്കോളൂ. ശരി. Have a nice day.